സാമ്പത്തിക നിരീക്ഷകൻ രഞ്ജിത്ത് കാർത്തികേയൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. അങ്ങനെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണമാണ് നാളെ നടക്കാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുള്ള ധവളപത്രത്തിന് ശേഷമുള്ള ഒരു ബജറ്റ് അവതരണമാണ്. എന്തൊക്കെ നമ്മൾ നാളത്തെ ഈ ബജറ്റ് അവതരണത്തിൽ പ്രതീക്ഷിക്കണം? ഡെഫിനറ്റായിട്ട് ഒരു ഫുൾ ബഡ്ജറ്റ് ആണ്. ഓൾറെഡി ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതായിട്ട് നമുക്കറിയാം അല്ലേ. കഴിഞ്ഞ ഗവൺമെന്റ് ഓൾറെഡി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ട് പോയിരിക്കുന്നതാണ്. അപ്പം അതിന്റെ ഒരു എസ്റ്റിമേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എനിവേ, അപ്പം ഒരു പുതിയ ബഡ്ജറ്റ് വരുമ്പം പുതിയൊരു ഗവൺമെന്റ് കുറെ കൂടെയൊക്കെ ഒരു പോപ്പുലസ് ആയിരിക്കും. ഇനി ഒരു 9 മാസം നടത്തുന്നതിനെ പറ്റിയുള്ള ഇതെല്ലാം നമുക്ക് അറിയാനൊക്കും. ജനറലി ഒരു വെൽഫെയർ ഹെവി ബഡ്ജറ്റാണ് വരാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. സോ അതെങ്ങനെ അതിനെ ഒരു കൂട്ടിമുട്ടിക്കും എന്നുള്ളതാണ് എക്സ്ട്രാ തിങ് ദാറ്റ് ഇത് എല്ലാവർക്കും നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാനുള്ളത്. ഈ ബഡ്ജറ്റ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഫിനാൻസ് മിനിസ്റ്റർ, അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം വെരി ബാഡ് ആവും. ധവളപത്രമൊക്കെ ഇറക്കിയപ്പോ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ പ്രസന്റ് സിറ്റുവേഷൻ വെരി ബാഡ് ആണ്. നേരത്തെ 10 വർഷം മുമ്പ് ബാഡ് ആയിരുന്നെങ്കിൽ ഇത് വെരി ബാഡ് ആയിട്ട് മാറി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് എന്ത് എക്സ്പെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാജിക് വാൻഡ് ഒന്നും എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇല്ല. ആ മാജിക് വാൻഡിന്റെ ഒരു അഭാവം നമുക്ക് പ്രതീക്ഷിക്കാൻ നോക്കും. എന്റെ ഒരു ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വെൽഫെയർ ഹെവി ആയിട്ടുള്ള ഇതിൽ നിന്ന് ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറി ഒരു ശക്തമായ ഒരു അടിത്തറ പാകി ഒരു 5 years കൊണ്ട് ഒരു റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഏതാണ്ട് 26-27 34,000 കോടി രൂപയോ മറ്റാണ് റവന്യൂ ഡെഫിസിറ്റ് ആയിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 55,000 കോടി രൂപയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് എങ്ങനെ റവന്യൂ വർദ്ധിപ്പിക്കാം, അതുപോലെ ഈ വെൽഫെയർ അഡീഷണൽ ആയിട്ടുള്ള പ്രിയദർശിനി ട്രാവലോ അതുപോലെ ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ഈ വെൽഫെയർ ഹെവി ആയിട്ടുള്ള ഇത് എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു പ്രീ ഇലക്ഷൻ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന കാര്യം പോലെ അല്ല. ഇതൊരു ഇലക്ഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ ഒരു ഇൻഡിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ലക്ഷം കോടിയോളം രൂപ 2025-26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് 2,40,000 കോടി രൂപയുണ്ട്. ഏതാണ്ട് ഒരു 21-25% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ റവന്യൂ ഡെഫിസിറ്റ് എങ്ങനെ മാനേജ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ഈ പറയുന്ന വെൽഫെയർ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പം ലോൺ എടുക്കാതെ ഒരു മാർഗമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് തുലോം ഇല്ലാതെയായി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അത് ജോബ് ക്രിയേഷനെ ബാധിക്കും. ഇതിനേക്കാൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം സതീശൻ ഗവൺമെന്റ് ഇതെങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു കണ്ടറിയണം. ഡെഫിനറ്റ് ആയിട്ടും ഒരു സെൻട്രലിന്റെ ഇന്റർവെൻഷനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രാൻഡോ ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞതാണ്. എന്നാൽ പോലും ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുക, സ്കീം ഇംപ്ലിമെന്റേഷൻ മുഴുവൻ സെന്ററുമായിട്ട് ചേർന്ന് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കേരളം എന്ന് പറയുന്നത് ഒരു ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, ഒരു പാർട്ടാണ്. ഇത് നമുക്ക് ഈ പൊളിറ്റിക്കലി എനിക്ക് PM ശ്രീ വേണ്ട ഇത് എന്ന് പറയുന്ന ഒരു രീതിയല്ല. ലൈഫ് മിഷൻ ചെയ്യും, PM ആവാസ് യോജന ചെയ്യില്ല എന്ന് പറയണ്ടല്ല. മാക്സിമം എന്താണോ സെന്ററിൽ നിന്ന് അലോക്കേറ്റ് ചെയ്ത് കിട്ടാൻ ഒക്കുന്നത്, അത് ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഒക്കുന്നത്, ആ കാര്യങ്ങളിൽ ഊന്നൽ നടത്തുക. കൂടുതൽ പൊളിറ്റിക്സ് കളിക്കാതെ ഉള്ളൊരു ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. എസ്പെഷ്യലി വെൻ വേൾഡ് ഇസ് ലുക്കിംഗ് അറ്റ് നമ്മുടെ ഒരു വിഴിഞ്ഞം ഒരു പോർട്ട് വലിയ തോതിൽ എസ്പെഷ്യലി ആഫ്റ്റർ ഹോർമൂസിന്റെയൊക്കെ പ്രശ്നം വന്നപ്പോ നമുക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ഫേസ് നടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് റവന്യൂ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ അത് ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് പ്രൈവറ്റുമായിട്ട് സഹകരിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതി അവലംബിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ
പൊളിറ്റിക്കൽ അപ്പീസ്മെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ റിലീജിയസ് അപ്പീസ്മെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിനോ അങ്ങനെയുള്ള പരിഗണന മാറ്റി ഒരു യൂണിയൻ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ അവരൊരു പോളിസി ഡോക്യുമെന്റ് ആയിട്ട് ഇതിനെ മാറ്റി. പോളിസി ഡോക്യുമെന്റിൽ ഒരു റീജിയണൽ അലൊക്കേഷൻസിനേക്കാൾ കൂടുതൽ ആ ഗതിശക്തിക്ക് ഇത്രയും ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. അപ്പൊ ഒരു ചലഞ്ചാണ് ബേസിക്കലി. സ്റ്റേറ്റ്സ് ആരാണോ കൂടുതൽ ഇപ്പൊ സ്മാർട്ട് സിറ്റീസ് നമുക്കറിയാം, തിരുവനന്തപുരത്തിനും കൊച്ചിയിലും കിട്ടി, ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ഫ്രൂക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ യൂട്ടിലൈസേഷൻ, നമ്മൾ എടുക്കുന്ന ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്ത് അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നാച്ചുറലി സെൻട്രൽ ആയിട്ടുള്ള കിട്ടുന്ന പണത്തിന്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. രണ്ട്, നമുക്കുള്ള കളക്ഷൻ, ഇവിടുത്തെ ഈ പറയുന്ന ഒരു GST ആണെങ്കിലും 50% എലിജിബിലിറ്റി ഉള്ളതാണ്. അപ്പം ഇതൊരു ഇൻഡയറക്റ്റ് കളക്ഷൻ ആണ്, അതായത് ഇത് ഡിസ്പോസ് ടു ദ ട്രേഡർ. അപ്പൊ ഇതിന് ഒരു വളരെ ശക്തമായ മോണിറ്ററിങ്ങും ഇംപ്ലിമെന്റേഷനും, കാരണം സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റ് GSTയുടെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ ചോർച്ച തടയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അത് പുതിയ വിഭവം സമാഹരണം എങ്ങനെ നടത്താം, അതുപോലെ തന്നെ CSR ആക്ടിവിറ്റീസിൽ നമുക്ക് എങ്ങനെ ഈ വെൽഫെയർ സ്കീംസ് ഇത് ചെയ്യാം, ഹെൽത്ത് കെയറിൽ എങ്ങനെ നമുക്കൊരു കൂടുതൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് CSR ലെവൽ. ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിച്ച് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിനെനിക്ക് തോന്നുന്നു അക്രോസ് പൊളിറ്റിക്സ്, അത് ഈ പറയുന്ന NDA ആണെങ്കിലും 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന LDF ആണെങ്കിലും, ഇതൊക്കെ കട്ടിങ് അക്രോസ് പൊളിറ്റിക്സ്. ഒരു സ്റ്റേറ്റ്, ഈ കേരളം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് നമ്മുടെയാണെന്നും ഇത് നിലനിന്നാലും ഒരു അഭിവൃദ്ധി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയുള്ള ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. ഈ 5-5.5 ലക്ഷം കോടി രൂപയോളമുള്ള ലയബിലിറ്റിയിൽ നിന്ന് മുക്തമാകാനായിട്ട് സമയമെടുക്കും. പക്ഷെ ദർ ഹാസ് ടു ബി എ സ്റ്റാർട്ട്. ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൂട്ടാനുള്ള വഴി ഉണ്ടാകണം. കേന്ദ്രവുമായിട്ടുള്ള ഒരു പോസ്ചറിങ് ബെറ്റർ ആയിരിക്കണം. ഇൻക്ലൂസീവ് ആയിട്ട് ഒരു കേരളം എന്ന യൂണിറ്റ് എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയൊരു ചർച്ച ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് ഈ പറയുന്ന ധനകാര്യമന്ത്രി അത് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രതീക്ഷയിലാണ്. അതുതന്നെയാണ്, എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നാളത്തെ ആദ്യ ബജറ്റ് അവതരണം, VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിൽ പ്രതീക്ഷ ഏകുകയാണ്. എന്തായാലും സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുള്ള ഒരു ധവളപത്രത്തിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ബജറ്റ് അവതരണം ഉണ്ടാകുന്നത്. എന്തൊക്കെ നാളെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.